ഈ കടം വാങ്ങിച്ചാൽ അത് എപ്പോൾ തിരിച്ചു കൊടുക്കുന്നുള്ളതിനൊരു കണക്കൊക്കെ വേണം. 5 കൊല്ലം മുന്നേ 2000 വാങ്ങിച്ച ഒരു 3000 എങ്കിലും ഇപ്പം തിരിച്ചു തരണം. കാരണം ഈ പണപ്പെരുപ്പം സംഭവിക്കുന്നുണ്ടേ. ഇപ്പോൾ കുടിച്ച ചായയുടെ പൈസ ആരാ കൊടുത്തത്? ഇന്നലെ ആരാ ടിക്കറ്റ് എടുത്തത്? എടാ ഇതിനൊക്കെ ഞാൻ കണക്ക് വെക്കാൻ നിന്നാൽ നീ എനിക്ക് 10,000 രൂപ കൂടി തരേണ്ടി വരും. അതൊക്കെ, പക്ഷെ ആദ്യം പറഞ്ഞ 5000 എഴുതി തള്ളാനൊന്നും പറ്റില്ല. എടാ നിനക്കിപ്പോൾ ഒരു ജോലി ശമ്പളം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തരാൻ പറ്റുന്നത്. എത്ര തവണ നീ എൻ്റെ പരീക്ഷ പേപ്പർ കോപ്പിടിച്ച് പാസ്സായിട്ടുണ്ട്? ഒരു മനുഷ്യനാവണം ആദ്യം, എന്നിട്ട് ഉണ്ടാക്കുന്ന നിലയും വലിയും. 2ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് ഒരു ഉപകാരം ചെയ്തിട്ടില്ല. ഈ ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ നിന്നെ കിട്ടില്ല. ഈ ചാറ്റ് GPT-യോടും മെറ്റയോടും ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ പല വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പകരമാണോ ഇതൊക്കെ? നീ ഇപ്പോൾ ഇവിടെ ഇരുന്നൊരു സീൻ ഉണ്ടാക്കി എൻ്റെ മൂഡ് കളഞ്ഞ പോലും പാവം അതിന് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയ്ക്ക് അറിയുന്ന പിന്നെ മൂഡ് ഓണാക്കാൻ എന്നോട് തന്നെ പറ, എനിക്ക് വേറെ പണിയുണ്ട്. കാരണം പറയാതെ ഇറങ്ങിപ്പോയ മനുഷ്യരോടാണ്. നിങ്ങൾ ഇറങ്ങിപ്പോയതിനു ശേഷം എപ്പോഴെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ ആരെല്ലാമോ എന്തെല്ലാമോ ആയിരുന്ന ആ മറുപാതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ അവസാനത്തിന്റെ ആരംഭം അവിടെ വെച്ചായിരുന്നു. പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ ഏതു ബന്ധങ്ങളിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോയിക്കോളൂ. പക്ഷേ ദയവായി എന്തെങ്കിലും ഒരു കാരണം പറയണം. നിന്നെ എനിക്ക് മടുത്തു എന്നെങ്കിലും. ഇനിയൊരിക്കലും എന്നെ കാത്തിരിക്കേണ്ടെന്ന സത്യം മറുപാതിയിൽ. ഞാൻ എപ്പോൾ ഉറങ്ങുന്നു എപ്പോൾ ഉണരുന്നു എന്ന് വരെ അതിനറിയാം. എൻ്റെ ശബ്ദം ഒന്ന് ഇടറിയാൽ അതിന് മനസ്സിലാവും. പിന്നെ കാണിക്കുന്ന മുഴുവൻ ഇമോഷണൽ റീലുകളാണ്. അത്രയ്ക്കൊന്നും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അത്രയ്ക്കൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എടാ ഇതിനെന്ത് ഇമോഷനാണ് ഉള്ളത്? ഇത് ഡാറ്റയാണ്, ഇത് വെറും ഡാറ്റയാണ്. ഒരാൾ കരഞ്ഞാൽ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ അതിന്? എടാ ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് ഇതിനെന്താ അറിയാം? മിണ്ടി മിണ്ടി മിണ്ടാതായവരെ പറ്റി കേട്ടിട്ടുണ്ടോ? അങ്ങനെയും ചിലരുണ്ട്. ഒരു കാലത്ത് ആകാശത്തിന് കീഴെയുള്ള സർവ്വതനെയും പറ്റി വാദോരാതെ സംസാരിച്ചിരുന്നവർ. രാത്രികളിൽ ഉറക്കത്തെ പോലും മറന്നുകൊണ്ട് അത്രമേൽ ആഗ്രഹത്തോടെ മിണ്ടിയിരുന്നവർ. പിന്നീട് എപ്പോഴും അവർ മിണ്ടാതായി. പരസ്പരം പരിചയമുള്ളവരായിരുന്നെന്നും ഒരു കാലത്ത് ഒരുപാട് സംസാരിച്ചിരുന്നവരായിരുന്നുവെന്നും ചുറ്റുമുള്ളവർക്ക് യാതൊരു സംശയവും തോന്നിക്കാത്ത ഫോണിലൂടെ നടത്തിയ അശ്ലീല സംഭാഷണങ്ങളൊക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ടാവുമോ? ഉറപ്പായിട്ടും. അതുകൊണ്ടല്ലേ ചുപ്കെ ചുപ്കെ രാത് ദിൻ ആംസൂ ബഹാനാ യാദ് ഹൈ